ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ജയശ്രീ സുകുമാരൻ. ഞാൻ ഇന്നുള്ളത് തെങ്കാശിയിലാണ്, സുന്ദര പാണ്ഡ്യപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ മുത്തോണ്ണന്റെ സ്ഥാപനത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കേരളാവിൽ നിന്നാണ്. കേരളാവിലെ തലയോലപ്പറമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ എന്നാണ്. എൻ്റെ കൂടെ ഒരു എഞ്ചിനീയർ കൂടി ഉണ്ട് കേട്ടോ. എഞ്ചിനീയറിന്റെ പേര് ദിലീപ് കുമാർ എന്നാണ്. ഇപ്പൊ നമ്മുടെ മുത്തോണിന്റെ സ്ഥാപനം ഇതാണ് കേട്ടോ. ഇവിടെ സോഫ സെറ്റും അതുപോലെ തന്നെ ബെഡും ഒക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാം. ഒരു ലേഡിയാണ് കേട്ടോ. ഹായ്, எப்படி இருக்கு? நல்லா இருக்குதா? என்ன பேரு? கோமதி. எவ்வளவு நாள் ஆயிடுச்சு இங்க ஒர்க் பண்ற? இந்த സ്ഥാപനം അടിപൊളിயா இருக்குல்ல? ஓகே, நமக்கு ஒரு சின்ன தம்பி கூட இருக்கு. நான் அவனை கூடி பரிச்சயப்படும். ஹாய் தம்பி, எப்படி இருக்கு? நல்லா இருக்குதா? என்ன பேரு? எவ்வளோ நாள் ஆயிடுச்சு விட? 1 year ஆயிடுச்சுல்ல? அப்ப എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. ഞാൻ ഉങ്ങളെ മുതലാളിയെ பார்க்க പോறேன். അപ്പൊ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വർക്ക് കഴിഞ്ഞ് നമ്മുടെ മെഷീനാണ് കേട്ടോ. നമ്മൾ പ്ലെയിനറെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ മുതലാളിനെ ആദ്യം പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെട്ടതാണെങ്കിലും. ഹായ് സാർ. ഹായ്. എന്തായാലും നമ്മുടെ മെഷീന്റെ വർക്ക് കഴിഞ്ഞല്ലേ? തടി തള്ളി നോക്കാം അല്ലേ? ജസ്റ്റ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയർ ദിലീപ് സാറിനോട് ഒരു ഹായ് പറഞ്ഞുകൊണ്ട് നമുക്ക് തടി തള്ളാം. പ്ലേറ്റ് എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. ചെറിയ അന്തം ഉണ്ടായിരുന്നു, അത് നമ്മൾ സെറ്റ് ചെയ്തു. ഫീഡറൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് തടി തള്ളി നോക്കാം. അന്തം ഉണ്ടോ നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ മെഷീനില് തടി തള്ളുന്ന രംഗമാണ് കാണുന്നത് കേട്ടോ. പുതിയ മെഷീനാണ്. ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയിരുന്നു നിങ്ങളെല്ലാരെയും. ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ജയശ്രീ സുകുമാരൻ. ഞാൻ ഇന്നുള്ളത് തെങ്കാശിയുടെ അടുത്ത് സുന്ദര പാണ്ഡ്യപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ 10-15 ഡബിൾ എൽ പ്ലെയിനറാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ, തലയോലപ്പറമ്പ്. അപ്പൊ ഞങ്ങൾ കേരളത്തിൽ നിന്നൊക്കെ വിട്ട് തമിഴ്നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കസ്റ്റമർ തമിഴ്നാട്ടുകാരനാണ്. എൻ്റെ കൂടെയുള്ളത് പെർഫെക്റ്റിന്റെ സ്വന്തം
എഞ്ചിനീയറായ ദിലീപ് കുമാറാണ്. ഹായ് സാർ. ഹായ്. ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. ഇപ്പൊ എത്തിയതേ ഉള്ളൂ അല്ലേ? എത്തിയുള്ളൂ. ഓക്കെ, എന്താണ് ഇത് നിങ്ങളൊക്കെ നാട് കടന്നു വന്നു അല്ലേ? നാട് കടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ എത്തിയ സുന്ദരവാണ്ടിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സുന്ദരവാണ്ടിപുരം. അപ്പോൾ മുത്തു സോഫാസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മുത്തു സോഫാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുള്ളിയുടെ ഒരു ഇതിന്റെ മെഷീൻ വേണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അസംബിൾ ചെയ്യാനായിട്ട് വന്നേക്കണതാണ്. അപ്പോൾ വന്നു. ഈ മെഷീനെ കുറിച്ച് ഒന്ന് 2 വാക്ക് പറയാനുണ്ട്. 2 വാക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ. 76 സെന്റിമീറ്റർ ഉള്ള ഡബിൾ എൽ J1015 എന്ന് പറഞ്ഞ മെഷീനാണ്. J1015 ഡബിൾ എൽ ആണ്. ഡബിൾ എൽ മെഷീനാണിത്. J1015 അതാണ് മെഷീൻ. ആ മെഷീൻ്റെ വർക്കിങ്ങിനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ആ മെഷീൻ്റെ ബെഡ് സർക്കോസോ കഴിച്ചു വെച്ചേക്കുവാണ്. സർക്കോസോ അസംബ്ലി സെറ്റ് ചെയ്യണം. പിന്നെയുള്ളത് മോട്ടർ എന്ന് കാണിച്ചു കൊടുത്തേ. സിംഗിൾ ഫേസ് മോട്ടറാണ് കേട്ടോ. സിംഗിൾ ഫേസ് ക്രോംപ്ടൻ്റെ 3 HP മോട്ടറാണ്. ഇത് സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തടി തള്ളണ സമയത്ത് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ വണക്കം. അപ്പൊ നമ്മുടെ സ്ഥാപനം എവിടം വരെ എത്തിയിരിക്കുന്നു? നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്നറിയില്ലേ? തമിഴ്നാട് വരെ എത്തിയിരിക്കുകയാണ്. ഏതാ? പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ, തലയോലപ്പറമ്പ്. അങ്ങനെ നമ്മള് ഓരോ ജില്ലകൾ കടന്നു. അതേപോലെ തന്നെ അടുത്ത് കേരളത്തിൽ നിന്നൊക്കെ വിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മുത്തുസാർ ഇവിടെ എവിടെയോ ഉണ്ട്. മുത്തുസാറിനെ ഒന്ന് വിളിക്കാമോ? മുത്തുസാർ ഇവിടെ എവിടെയോ ഉണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഓണറെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടാം. ബാക്കി നമുക്ക് നാളെ പരിചയപ്പെടാം അല്ലേ? സാറിന്റെ പേര് മുത്തു. ഓക്കെ, ഇത് എത്ര നാളായി വാങ്ങിട്ട്? 2 வாரம். கேரளா வந்துட்டு எப்படி இருக்கு? கேரளா நல்லா இருக்கா? அந்த ஸ்தாபனம் நல்லா இருக்கு. ഓക്കെ, നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്താന്ന് അറിയോ? മുത്തു സോഫാൻ ഫർണിച്ചർ. അല്ല, ഇത് കേരള. ഓ, ഓക്കെ. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് നമ്മൾ ചേക്കേറിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം വന്നത് നമ്മുടെ ഇവിടെ തെങ്കാശിയിലാണ്. നമ്മുടെ മുത്തു സാറിന്റെ അടുത്താണ്. അപ്പൊ നാളെ ഒന്നുകൂടി നമുക്ക് നമ്മുടെ സാറിനെ പരിചയപ്പെടാം. സെറ്റിംഗ് കഴിഞ്ഞിട്ട്. ഓക്കെ സാർ, താങ്ക് യു. எப்படி இருக்கு சார்? ஓகேவா? ஓகே இருக்கு. ரொம்ப சந்தோஷம் ஆயிடுச்சுன்னு நினைக்கிறேன். அவங்க மூஞ்சி பார்த்துட்டு அப்படியே ரொம்ப அழகா இருக்கீங்க. புதுசா ஒரு மிஷின் வாங்கிட்டு வரும்போது அத வந்து ஒர்க் பண்ணுறது ரொம்ப சந்தோஷம் இருக்குல்ல. அப்ப ஒரு விஷயத்த கேட்கட்டுமா? எப்படி ஒர்க்கர்ஸ் சூப்பரா இருக்கா? சூப்பரா இருக்கு. அப்புறம் வந்து நம்ம ஓனர் நல்ல சார், நல்லா இருக்குல்ல. சரி, ஒரு விஷயத்த கேட்கட்டுமா? கேரளா வந்து போனதுக்கு அப்புறம் கேரளா பிடிச்சிருக்குதா? அந்த ஸ்தாபனம் பிடிச்சிருக்குதா? அந்த ஓனரை பிடிச்சிருக்கா? ஓகே, எல்லாரையும் பிடிச்சிருக்கு. இந்த ஒர்க்கு பிடிச்சிருக்குதா? பார்த்ததில்ல தடி தள்ளியதுக்கு அப்புறம் எப்படி இருக்குன்னு? நல்லா இருக்கு. அப்புறம் ஏதாவது சொல்ல இருக்குதா நாங்கிட்ட? எல்லாம் சார் தான் எல்லாம் பண்ணி கொடுத்தாச்சு. சார்னு ரொம்ப பிடிச்சிருக்கா?
അപ്പൊ എന്നായിരുന്നാലും നമ്മുടെ ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള எந்த மிஷினா இருந்தாலும் அதே போல இந்த மிஷின் ஏதாவது வேலை இருந்தாலும் நீங்க கூப்பிடுங்க. கூப்பிடுனா நம்பர் நான் இதுக்கு கீழே கொடுத்துக்கிட்டேன். நம்ம கம்பெனி பேரு பெர்ஃபெக்ட் என்ஜினியரிங் கார்பரேஷன். நான் தலைவலப்பரம்பு எந்த மிஷினும் கிடைக்காதுங்க. அப்புறம் வந்து நமக்கு திலீப் சார்னோட கொஞ்சம் கேட்கலாம்னு நினைக்கிறேன். நீங்க வந்து കേരളാവിന്ന് കടന്ന് തമിഴ്നാട്ടിക്ക് വന്നിച്ച് നമ്മളെല്ലാ അതർ സ്റ്റേറ്റുകള് ഇപ്പൊ കടക്കുന്നത് ഇപ്പൊ ആദ്യമായിട്ടല്ല. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ഇവിടെ തെങ്കാശിക്ക് വരുന്നത്. 2 തവണ ഇപ്പൊ രണ്ടാമത്തെ തവണ ആണ് തെങ്കാശിയിൽ വന്നത് വർക്കിന് വേണ്ടിയിട്ട്. അത് ഞങ്ങള് ഇവിടെ ശ്രീവില്ലിപുത്തൂരത്തിനടുത്ത് ഞങ്ങൾ വന്നിട്ട് പോയതാണ്. ഇപ്പൊ തെങ്കാശിയിൽ വന്നു ഒരു മെഷീൻ പിടിപ്പിക്കാൻ തമ്പുരാനായിട്ട് നമുക്ക് യോഗം തന്നതും തന്നെയുമല്ല നമ്മുടെ പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് വർക്കിനോട് നമുക്ക് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. നന്ദി, നമസ്കാരം. அப்ப நான் ஒரு விஷயம் கூட கேக்குது. பெர்ஃபெக்ட் எப்படி தெரியும் உங்களுக்கு? அது யூடியூப்ல பார்த்தது. யூடியூப் பார்த்ததா? ஓகே ஓகே. அந்த சார்னு சார் പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ്. പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ്. ஓகே, தேங்க்யூ சார். എന്തായാലും நம்ம இவ்வளோ தாண்டி வந்துச்சு, இவ்வளோ பாசமான உங்களை பார்த்ததும் அவங்க வேலையில இருக்கணும் எல்லாவங்களும் எல்லாரும் சூப்பரா இருக்கு, பாசமா இருக்கு, இவ்வளோ நீட்டா பேசுறீங்க, அழகா இல்ல நம்ம கூட இருந்துச்சு. ரொம்ப தேங்க்ஸ். இனி மீண்டும் பார்க்கலாம். ஓகேவா? பாய். അങ്ങനെ നമ്മുടെ തിക്നെസ് അടിച്ച് നോക്കിയിരിക്കുകയാണ്. சார் பாருங்க, கொடு சார் கிட்ட கொடு. கண்ணாடி பார்த்தோம். சார் பார்த்து பாருங்க, சார் பார்த்து பாருங்க, சார் கிட்ட கொடு. ஓகேவா? ஓகே. அப்ப திக்னஸ் ஓகே தானே? ஓகே ஓகே. அப்ப ஓகே. நம்ம கேலிபரை வச்சு நம்மளோட சாரு கூடி பார்த்துருக்கியான்னு ஓகே சொல்லிட்டு அப்படியே அழகா அவங்க சிரிக்கி, இதுதான் அழகா, இதுதான் அழகா சிரிப்பா, அப்படி பல்லு காட்டி சிரிச்சதான் அழகா இருப்ப. மனசுல பிடிச்சிருக்கா? பிடிச்சிருக்கு சார். அப்ப எந்த விஷயம் வந்தாலும் கூப்பிடுங்க. கூப்பிடுதோம் கண்டிப்பா. ஓகே ஓகே ஓகே.